പരിശുദ്ധ പരമദിവ്യകാരുണ്യേശുവിക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശുവിക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശുവിക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹത്തിൻ്റെ നീർച്ചാലുകളിലേക്ക് ഞങ്ങളെ നയിക്കുന്ന പരമകാരുണികനായ തമ്പുരാനെ, നിനക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ബഹുമതിയും എന്നും ഉണ്ടായിരിക്കട്ടെ. ഈ നിമിഷങ്ങളിലേക്ക് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന നല്ല ഇടയനായ തമ്പുരാനെ, നിന്നോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനായി ഞങ്ങളെ ഒരുക്കണമേ. മറ്റു കുട്ടികളെ പോലെ ഓടി നടന്ന് കളിക്കുവാനോ അവരുടെ ഒപ്പം സമയം ചെലവഴിക്കുവാനോ എനിക്ക് സാധിച്ചിരുന്നില്ല. കാരണം ഞാനൊരു അന്ധനായിരുന്നു. പലപ്പോഴൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒത്തിരിയേറെ വിഷമങ്ങളുണ്ടായിരുന്നു. എൻ്റെ കൂട്ടുകാർ ഓടി നടന്ന് കളിച്ചപ്പോഴെല്ലാം അവരുടെ കൂടെ ഓടി നടന്ന് കളിക്കുവാനോ
സമയം പങ്കുവയ്ക്കുവാനോ ഒരു അന്ധനായിരുന്നതിനാൽ എനിക്ക് സാധിച്ചിട്ടില്ല. പലപ്പോഴൊക്കെ ഒരു അന്ധനായതിൻ്റെ പേരിൽ മറ്റുള്ളവരുടെ കളിയാക്കലുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. മറ്റെല്ലാവരും മാറി നിന്ന് ഞാൻ എവിടെയെങ്കിലും തട്ടി വീഴുമ്പോൾ തമാശിച്ച് ചിരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ എൻ്റെ വേദനയുടെ താഴ്വരയിൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. ചിലപ്പോഴൊക്കെ തമ്പുരാനെ, ഞാൻ നിനക്ക് നന്ദി പറയാതിരുന്നിട്ടുണ്ട്, നിനക്കെതിരെ ദേഷ്യപ്പെട്ടിട്ടുണ്ട്, പാഴ്വാക്കുകളാൽ നിന്നെ അധിക്ഷേപിച്ചിട്ടുണ്ട്. മറ്റുള്ളവരെ പോലെ എൻ്റെ കണ്ണിന് വെളിച്ചമുണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ഒത്തിരിയേറെ ആഗ്രഹിച്ചിട്ടുണ്ട്. നീ എനിക്ക് തന്നില്ലല്ലോ എന്നോർത്ത് ഞാൻ നിന്നെ പഴിചാരിയിട്ടുണ്ട്, നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്, തെറ്റായ വാക്കുകൾ കൊണ്ട് എൻ്റെ ഉള്ളങ്ങളെ അശുദ്ധിയിലേക്ക് നയിച്ചിട്ടുണ്ട്. വളർന്നു വലുതായപ്പോൾ എൻ്റെ കണ്ണുകളിലെ അന്ധത എൻ്റെ ഹൃദയങ്ങളിലേക്കും പടർന്നു കയറി. എൻ്റെ വിശ്വാസവും എൻ്റെ സന്തോഷവും എല്ലാം അന്ധകാരമായി മാറി. എൻ്റെ ഹൃദയത്തിലും മനസ്സിലും ബുദ്ധിയിലും ശരീരം മുഴുവനിലും ഇരുട്ട് നിറഞ്ഞു. എൻ്റെ ജീവിതത്തെ പ്രാഗിക്കൊണ്ട് ഓരോ ദിവസവും ഞാൻ മുന്നോട്ട് നീങ്ങി. എൻ്റെ യാത്രയിൽ ആരോ പറഞ്ഞു കേട്ടു, അന്ധനെ സൗഖ്യപ്പെടുത്തുന്ന, മുടന്തന് സൗഖ്യം നൽകുന്ന, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദൈവം, നസ്രായനായ ദൈവം ഇവിടെ കടന്നു പോകുന്നുണ്ടെന്ന്. നസ്രായനായ തമ്പുരാൻ കടന്നു പോകുന്ന വഴി ഏതാണെന്ന് ഞാൻ മറ്റുള്ളവരിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കി. എൻ്റെ ഉള്ളിൽ സൗഖ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ അന്ധകാരം നിറഞ്ഞ ജീവിതത്തിന് വെളിച്ചം വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. മറ്റുള്ളവരെ പോലെ എല്ലാം കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ കൺകുളിർക്കെ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതിലുപരി എന്നെ സൗഖ്യപ്പെടുത്തുവാൻ എൻ്റെ തമ്പുരാന് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. തമ്പുരാൻ കടന്നു പോകുന്ന വഴി ഏതാണെന്ന് തിരക്കി ഞാൻ പയ്യെ പയ്യെ മുന്നോട്ട് നീങ്ങി. ഇടയ്ക്കൊക്കെ എപ്പോഴോ കല്ലിലൊക്കെ തട്ടി ഞാൻ വീണിരുന്നു. എൻ്റെ കാലുകളൊക്കെ പൊട്ടി അതിൽ നിന്നും രക്തം പൊടിഞ്ഞിരുന്നു. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, എൻ്റെ തമ്പുരാന് സൗഖ്യം നൽകാനായിട്ട് സാധിക്കുമെന്ന്. ആ വിശ്വാസത്തിൽ വീണെടുത്ത് നിന്നെല്ലാം ഞാൻ പതിയെ പതിയെ എഴുന്നേറ്റു. എൻ്റെ വീഴ്ചകളിൽ എന്നെ താങ്ങാനായിട്ട് അങ്ങയുടെ മാലാഖമാരെ അയക്കണമേ. എൻ്റെ രോഗങ്ങളുടെ, എൻ്റെ വേദനകളുടെ താഴ്വരയിൽ ആരുമില്ല എന്ന് പറഞ്ഞ് ഞാൻ പൊട്ടിക്കരയുമ്പോൾ എന്നെ സൗഖ്യപ്പെടുത്തുവാനും എന്നെ തൊട്ടനുഗ്രഹിക്കുവാനും കർത്താവേ നീ കടന്നു വരണമേ എന്ന് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന്, ദരങ്ങളിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ ആരോഗ്യമില്ലാതെ ഞാൻ വീണു പോകുമ്പോൾ സഹിക്കുവാനുള്ള ശക്തി തരണമേ തമ്പുരാനെ. എന്നെ പോലെ ഈ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ രോഗത്താൽ വേദനിക്കുന്ന മനുഷ്യരുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട് കർത്താവേ. എന്നെ പോലെ വിശ്വാസം മങ്ങിപ്പോകുന്ന ഒട്ടനവധി പേര് ഈ ലോകത്തിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു തമ്പുരാനെ. എൻ്റെ പ്രാർത്ഥനകൾ ഒരുപക്ഷെ എൻ്റെ രോഗങ്ങൾ മാറ്റുന്നില്ലെങ്കിലും ആ രോഗങ്ങൾക്ക് മുകളിൽ ജീവിക്കുവാനുള്ള
ബലവും ശക്തിയും കൃപയും നൽകുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു തമ്പുരാനെ. ആരോഗ്യവാന്മാർക്കല്ല രോഗികളെക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യമെന്ന് അങ്ങ് അരുൾ ചെയ്തല്ലോ. ഈശോയെ, എൻ്റെ ആത്മീയവും ശാരീരികവുമായ എല്ലാ രോഗങ്ങളും അങ്ങയുടെ തിരുശരീര രക്തത്തിൻ്റെ യോഗ്യതയാൽ കഴുകി വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ കരതാരിൽ തിളങ്ങാൻ ഇന്ദ്രനീലക്കല്ലായി ഞാൻ. നിൻ കരതാരിൽ തിളങ്ങാൻ സ്വർണം പോലെ തീക്കനലിൽ സ്വർണം പോലെ തീക്കനലിൽ നീ ഒരു കീടുന്ന വേദന പോലുമൻ ഭാഗ്യം കനിവേ. എൻ്റെ ആകാശം നീ, എൻ്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും നീ. എൻ്റെ ആകാശം നീ, എൻ്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും നീ. എൻ്റെ ആകാശം നീ, എൻ്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും നീ. കനിവേ 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 കനിവേ. വേഴാമ്പൽ മഴ തേടും പോൽ ഞാൻ തേടുന്നു നിൻ കാരുണ്യം കനിവേ കനിവേ കനിവേ. ഒത്തിരി നടന്ന് ക്ഷീണിച്ചവശനായെങ്കിലും ഒരു വലിയ ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ ഞാൻ എത്തിച്ചേർന്നു. പലവിധ ശബ്ദങ്ങളാൽ കുറേ മനുഷ്യരവിടെ കൂടിയിരിക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ഹർഷാരവം ഒഴുകിക്കൊണ്ട് കുറേ പേര് ഈശോയെ കാണാൻ ആഗ്രഹിച്ച് തിങ്ങിക്കൂടി നിൽക്കുന്ന ഒത്തിരി പേരുടെ മധ്യേ ഞാൻ അവശനായിരുന്നു. എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഇനി എൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്നവൻ എനിക്ക് സൗഖ്യം തരും എന്ന് ഞാൻ വിശ്വസിച്ചു. അതാ എല്ലാവരും വളരെയേറെ ശബ്ദത്താൽ ഹർഷാരവം മുഴക്കി പാട്ടുപാടിക്കൊണ്ടിരിക്കുന്നു. അവരുടെ മധ്യത്തിലൂടെ ഈശോ കടന്നു പോകുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടു. ഈശോയെ നെഞ്ചുപൊട്ടി ഞാൻ വിളിച്ചു, നസ്രായനായ ഈശോയെ, എൻ്റെ മേൽ കരുണയുണ്ടായിരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്നിലാവുന്നത് പോലെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഹൃദയത്തിൽ നിന്ന് ഞാൻ ഉറക്കെ വിളിച്ചു പ്രാർത്ഥിച്ചു, നസ്രായനായ ഈശോയെ, എന്നിൽ കനിയണമേ എന്ന്. എൻ്റെ ശബ്ദം കേട്ട് എൻ്റെ അടുത്ത് നിന്നവരെല്ലാം എന്നെ ഉപദ്രവിച്ച് എന്നോട് നിശബ്ദനായിരിക്കാൻ ആവശ്യപ്പെട്ടു. പലരും എന്നെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നു. പക്ഷെ കർത്താവ്, എനിക്ക് വേണ്ടത് സൗഖ്യമാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് സൗഖ്യം തന്നെയാണ്. എനിക്ക് പറ്റുന്നത് പോലെ ഞാൻ അങ്ങേ ഉറക്കെ വിളിച്ചു, നസ്രായനായ ഈശോയെ, എൻ്റെ മേൽ കരുണയുണ്ടായിരിക്കണമേ എന്ന്.
ആരോ പറഞ്ഞു അവൻ അവിടെ നിന്നുകൊണ്ട് എന്നെ വിളിക്കുന്നുണ്ടെന്ന്. ആരോ പറഞ്ഞു അവൻ വിളിക്കുന്നത് അന്ധയാചകനായ എന്നെയാണെന്ന്. ഹൃദയത്തിൽ നിന്നും സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ പുഴയൊഴുകി. ആരൊക്കെയോ ചേർന്ന് എന്നെ എഴുന്നേൽപ്പിച്ച് അവന്റെ വഴിയിൽ കൊണ്ടുപോയി നിർത്തി. ഈശോയെ, ഞാൻ പറഞ്ഞു എനിക്ക് സൗഖ്യം വേണം, എനിക്ക് കാഴ്ച വേണം, നിന്റെ അനുഗ്രഹങ്ങൾ എനിക്ക് കാണണം. അവൻ എൻ്റെ കണ്ണുകളിൽ സ്പർശിച്ചിട്ട് പറഞ്ഞു, നിനക്ക് സൗഖ്യം ഉണ്ടാവട്ടെ. ഈശോയെ, എൻ്റെ കണ്ണുകൾ തുറന്നു, എനിക്ക് കാഴ്ച ലഭിച്ചു. ഇത്രയും കാലം ഞാൻ ജീവിച്ച അന്ധത വെളിച്ചമായി മാറി. ദോഷങ്ങളെല്ലാം കൃപകളായി മാറി. കുറവുകളെല്ലാം നിറവുകളായി മാറി. ബലഹീനതകളെല്ലാം കൃപകളായി അനുഭവപ്പെട്ടു. തമ്പുരാനെ, ഞാൻ ചോദിക്കുകയാണ്, ഈ ശബ്ദ കോലാഹലങ്ങളുടെ ഇടയിൽ നീ എങ്ങനെയാണ് എൻ്റെ ശബ്ദം കേട്ടത്? ഇത്രയും പേര് നിലവിളിച്ച് ഒച്ചപ്പാടുകൾ എടുത്തപ്പോ ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് നീ എൻ്റെ ശബ്ദം എങ്ങനെയാണ് കേട്ടത്? അവൻ തിരിഞ്ഞു നടന്നു. അവൻ്റെ മുഖത്തെ സൗമ്യത എന്നോട് പറഞ്ഞു, വിശ്വസ്തമായിട്ടുള്ള പ്രാർത്ഥനകള്, അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥനകള്, വിശുദ്ധിയുടെ പ്രാർത്ഥനകള്, കണ്ണുനീരിൻ്റെ പ്രാർത്ഥനകള്, ഒറ്റപ്പെട്ടു പോകുന്നവൻ്റെ പ്രാർത്ഥനകള്, ഹൃദയം നുറുങ്ങിയവൻ്റെ പ്രാർത്ഥനകള്, മനം തകർന്നവൻ്റെ പ്രാർത്ഥനകള്, പിടഞ്ഞിരിക്കുന്നവൻ്റെ പ്രാർത്ഥനകള് കേൾക്കാൻ കഴിവുള്ളവനായ ശക്തനായ ദൈവം തന്നെയാണ് ഞാനെന്ന് അവൻ്റെ മുഖത്തുണ്ടായിരുന്നു. എൻ്റെ മുഖം കണ്ട പ്രകാശം അതായിരുന്നു എൻ്റെ രക്ഷ, അതായിരുന്നു എൻ്റെ ദൈവം. അവനായിരുന്നു എന്നെ സ്നേഹിക്കാൻ പഠിപ്പിച്ചത്. അവനായിരുന്നു എൻ്റെ വിശ്വാസത്തിൻ്റെ വാതായനങ്ങൾ തുറന്നു തന്നത്. തമ്പുരാനെ, സൗഖ്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പലവിധ രോഗപീഠകളാൽ കഴിയുന്ന എല്ലാ മനുഷ്യരെയും നിന്റെ ശരീരത്തോട് ചേർത്ത് വയ്ക്കുന്നു. ഈ നിമിഷം രോഗപീഠവ്യാധികളാൽ വലയുന്ന എല്ലാ മക്കളിലെയും വേദനകളും രോഗങ്ങളും ദുരിതങ്ങളും അങ്ങയുടെ തിരുശരീരക്തത്തിന്റെ യോഗ്യതയാൽ എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, അവശതയിലും വേദനയിലും ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും നൊമ്പരപ്പാടുകളിലും എൻ്റെ വിശ്വാസത്തിന് മങ്ങലേൽക്കാതെ പ്രാർത്ഥിക്കുവാനുള്ള ശക്തി എനിക്ക് പ്രദാനം ചെയ്യണമേ എന്ന് തമ്പുരാനെ, നിന്റെ തിരുശരീരത്തോട് ചേർന്നിരുന്ന്, നിന്റെ തിരു രക്തത്തോട് ചേർന്നിരുന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സൗഖ്യങ്ങളുടെ നീരുറവ എന്നിലേക്ക് ഒഴുകി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, സൗഖ്യം തന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ തിരു രക്തത്തിന്റെ യോഗ്യതയാല് ഞങ്ങളുടെ പാപങ്ങളും കറകളും കഴുകി വിശുദ്ധീകരിച്ച് സൗഖ്യത്തിന്റെ തടാകങ്ങളിലേക്ക് ഞങ്ങൾ ഇറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തകർന്നു പോയവന്റെ പ്രാർത്ഥന കേൾക്കണമേ തമ്പുരാനെ, മനമുടഞ്ഞവന്റെ പ്രാർത്ഥനകൾ കേൾക്കണമേ തമ്പുരാനെ. വിശുദ്ധിയിലേക്ക്, സൗഖ്യത്തിലേക്ക് ഞങ്ങളെ വഴി നടത്തണമേ നല്ല തമ്പുരാനെ. മഴമേഘം പോലെ മനം വിങ്ങും നേരം, മിഴി തേടും നേരോ ശരറാതൽ ദീപം. മഴമേഘം പോലെ മനം വിങ്ങും നേരം, മിഴി തേടും നേരോ ശരറാതൽ ദീപം. എന്നെ തേടുന്നാരോ ഇരുൾ മാഞ്ഞേ പോ
ശരറാന്തൽ ദീപം എന്നെ തേടുന്നാരോ ഇരുൾ മാഞ്ഞേ പോകും മനം ചൊല്ലുന്നു മൃദുമന്ത്രണം പോലെ മഴമേഘം പോലെ മനം വിങ്ങും നേരം മിഴി തേടുന്നേതോ ശരറാന്തൽ ദീപം. തമ്പുരാനെ, നീ തരുന്ന സൗഖ്യമാണ് ഞാൻ കാത്തിരിക്കുന്നത്. എൻ്റെ വിശ്വാസമാണ് നിന്നിലേക്കുള്ള എൻ്റെ ദൂരവും. ഈ ആരാധനയുടെ നിമിഷത്തിൽ എന്നെ തൊട്ട് അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ നിമിഷങ്ങളിലേക്ക്, സൗഖ്യങ്ങളിലേക്ക് കൈപിടിച്ച് നടത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ വേദനകളിൽ, ഞങ്ങളുടെ രോഗങ്ങളിൽ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങളുടെ ബലമായി മാറട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങൾക്ക് തുണയായി മാറട്ടെ. സൗഖ്യത്തിനായിരിക്കും നമ്മൾ കർത്താവിൻ്റെ സമാപനത്തിനായിട്ട്, കർത്താവ് നമുക്ക് തരുന്ന ആനന്ദത്തിനായിട്ട്, സമാപന ആശീർവാദത്തിനായിട്ട് നമുക്കൊരുങ്ങാം. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടൂ